ലോകത്തുള്ള എല്ലാവരും പരാജയപ്പെട്ടു പോയ വിഷയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുസൂരി തോറ്റുപോയത് അവിടെയാണ്. റഷീദുൽ ബഗ്ദാദി തോറ്റുപോയത് അവിടുത്തെ മദ്ഹ് പാടിയിട്ടാണ്. കവികളൊക്കെ പാടി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ബലഗൽ മുഖ്താഹു ഫീ ഔ സാഫിഹി ഫമാ ബലഗ ബാലിഗും മിൻ ശറമാഉ തിബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ لا إله إلا الله محمد رسول الله. അവിടുത്തെ മദ്ഹിന്റെ 10 പോലും ഇന്നേ വരെ ഒരാൾക്ക് ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ആ നേതാവിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിന്റെ നാലയലത്തുകൂടെ പോകാൻ പോലും ഭാഗ്യമില്ലാത്ത ഈ വെള്ളമുണ്ടക്കാരൻ എന്തു പറയാനാണ്? ഒന്നും പറയാനില്ല. ഇമാം ബുസൂരിയുടെ ഒരു വരി പദ്യം പറയാം നമ്മൾക്ക്. ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? കസ്സഹിരി ഫീ തറഫിൻ والبدر في شرف والبحر في كرم والدهر في همم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആരാണ് അവിടുന്ന്? കസ്സഹിരി, ഒരു പുഷ്പം പോലെയാണ്. റോസാപ്പൂവ് ഒന്ന് കയ്യിൽ പിടിച്ചാൽ എന്ത് മൃദുലമാണ്. ഒരു മുല്ലപ്പൂവ് കയ്യിൽ പിടിച്ചാൽ എന്തൊരു മാർദ്ദവമാണതിന്. അതിനേക്കാളും മാർദ്ദവമാണ് ഫീ തറഫിൻ, വിനയം ചെയ്യുന്നതിൽ, മാർദ്ദവം ചെയ്യുന്നതിൽ. അല്ലാഹുവിന്റെ റസൂൽ ഒരു പൂവിനേക്കാളും മൃദുലമാണ്. ഇന്ന് ലോകം കരുണയില്ലാത്ത ലോകമാണ്. വായിക്കുന്നത് മുഴുവനും അതാണ്. കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുക, കുഞ്ഞുമക്കളെ കൊന്നുകളയുക, സ്വന്തം ഉമ്മ മക്കളെ കിണറ്റിലേക്ക് വലിച്ചെറിയുക. ഏതോ ഒരു കാമുകന്റെ കട്ടിലിൽ ചേർന്ന് കിടന്നാൽ 1-2 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സുഖത്തിനു വേണ്ടി ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്ന പൈതലിനെ കൊണ്ടുപോയി കിണറ്റിലെറിയുക, വിഷം കൊടുത്തു കൊല്ലുക. തനിക്ക് ജീവിതത്തിൽ കുറച്ച് സുഖിക്കണമെന്ന് കരുതുമ്പോ സ്വന്തം മകളുടെ ശരീരത്തിൽ കയറിയിട്ട് വികാരം തീർക്കുക. ഇതൊക്കെയാണ് ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. കരുണ പറ്റിയ ലോകം. ഈ കോവിഡും കൂടെ വന്നപ്പോ ഒരു മനഃശാസ്ത്ര ഡോക്ടർ എന്നോട് പറഞ്ഞു, ക്രമാതീതമായി മക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ അടുത്ത് എന്തുകൊണ്ട്